സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. നവംബർ 22ഓടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യത. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, കഴിഞ്ഞ ദിവസം മുതൽ അതിശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്തൊട്ടാകെ. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടി മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണോ നിലവിൽ വരുന്നത്? രോഹിണി, അടുത്ത 5 ദിവസത്തേക്ക് ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഇപ്പോഴൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ന്യൂനമർദ്ദ സാധ്യതയും ഉണ്ടെന്ന ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. കന്യാകുമാരി കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ഇപ്പോൾ അതൊരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ശക്തമായ ഒരു ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്കുകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വൻ നാശനഷ്ടങ്ങളാണ് ഈ ഒരു മഴക്കെടുതി മൂലം ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി 5 ദിവസത്തേക്ക് നവംബർ 22 വരെ ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുള്ള എല്ലാ ജില്ലകളിലും ഉണ്ടാവുക. അടുത്ത 3 മണിക്കൂർ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മലയോര മേഖലയിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.